കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരായി രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത. കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുൻപാകെയാണ് കോളേജ് അധ്യാപിക സംഗീത ഹാജരായി മൊഴി നൽകിയത്. നിതിന്റെ മരണത്തിൽ കുറ്റാരോപിതയായ അധ്യാപിക സംഗീതയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യമായ 2 ആൾജാമ്യം, 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. പിന്നാലെ ഇന്ന് രാവിലെ സംഗീത പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ ACP R ഹരിപ്രസാദിന് മുൻപാകെ ഹാജരായി. അന്വേഷണ സംഘം സംഗീതയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേസമയം 1-ാം പ്രതി ഡോക്ടർ MK റാം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. റാമിനായി ആന്ധ്രയിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ റാം ഹൈക്കോടതിയെ സമീപിക്കും. പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് അവഹേളനം നേരിടുമ്പോൾ പുറത്ത് റാമിന്റെ സാമീപ്യം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് റാമിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജനം, കണ്ണൂർ.